നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ അകലാട് കാതിരിയ പള്ളിക്ക് സമീപം ലോറിക്ക് പിറകിൽ ബൈക്ക് ഇടിച്ച അപകടം. വയനാട് സ്വദേശിയായ യുവാവ് മരിച്ചു. വയനാട് കേണിച്ചിറ സ്വദേശി നിറംതറപ്പേൽ കരുണാകരൻ മകൻ 28 വയസ്സുള്ള അജയ് ആണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 3:45 അപകടം. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അജയ്യെ അകലാട് മുന്നേനി VK ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അക്കിക്കാവിൽ ഓട്ടോറിക്ഷയും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം 3 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷയിലെ യാത്രക്കാരായ പോർക്കുളം സ്വദേശികളായ ചെറുവത്തൂർ വീട്ടിൽ 67 വയസ്സുള്ള ലില്ലി, 42 വയസ്സുള്ള ലിജി, സ്കൂട്ടർ യാത്രക്കാരനായ അക്കിക്കാവ് കോഴിത്തറമൽ 67 വയസ്സുള്ള കൊച്ചുകൂട്ടൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. അക്കിക്കാവ് ജംഗ്ഷനിൽ ശനിയാഴ്ച രാത്രി 8 മണിയോടെയാണ് അപകടം നടന്നത്. കുന്നംകുളം ഭാഗത്തു നിന്നും പെരുമ്പിലാവിലേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയിൽ പെരുമ്പിലാവ് ഭാഗത്തു നിന്നും വന്നിരുന്ന ബൈക്ക് തിരിക്കുന്നതിനിടയിൽ ഇടിക്കുകയായിരുന്നു. ബൈക്ക് ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ റോഡിൽ മറിഞ്ഞു. പരിക്കേറ്റവരെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം റെക്കോർഡ് കടന്ന സാഹചര്യത്തിൽ വൈകിട്ട് 6 മുതൽ രാത്രി 11 വരെ ഉപയോക്താക്കൾ സ്വയം നിയന്ത്രണം പാലിക്കണമെന്ന് KSEB അറിയിച്ചു. 18-ന് വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡായ 117.16 ദശലക്ഷം യൂണിറ്റിലെത്തിയിരുന്നു. വൈകിട്ട് 6-നും 10-നും ഇടയിലെ വൈദ്യുതി ആവശ്യവും ചരിത്രത്തിലാദ്യമായി 6033 മെഗാവാട്ടായി. പ്രതീക്ഷകൾക്കപ്പുറമുള്ള വർധന വൈദ്യുതി പ്രസരണ വിതരണ ശൃംഖലയെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. ചില പ്രദേശങ്ങളിൽ വോൾട്ടേജ് കുറവാകുന്നുണ്ട്. ശൃംഖല പുനഃക്രമീകരണത്തിലൂടെ ഇത് കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ്. വൈകിട്ട് 6 മുതൽ 11 വരെ പമ്പ് സെറ്റ്, ഇൻഡക്ഷൻ സ്റ്റൗ, വാട്ടർ ഹീറ്റർ, ഇസ്തിരിപ്പെട്ടി, വാഷിംഗ് മെഷീൻ എന്നിവയുടെ ഉപയോഗം ഒഴിവാക്കുക. ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നത് രാത്രി 11-ന് ശേഷമാക്കുക. AC താപനില 24-26 ഡിഗ്രി സെൽഷ്യസിനിടയിൽ ക്രമീകരിക്കുക. അത്യാവശ്യമില്ലാത്ത ലൈറ്റുകളും ഫാനുകളും മറ്റു ഉപകരണങ്ങളും ഓഫ് ചെയ്യുക എന്നിവയാണ് KSEB പൊതുജനങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. മെയ് 1 മുതൽ 4 വരെയുള്ള ദിവസങ്ങളിലാണ് തിരുനാൾ ആഘോഷം. പീച്ചി ലൂർദ് മാതാ പള്ളി വികാരി ഫാദർ പ്രിന്റോ കുളങ്ങര കൊടിയേറ്റ് നിർവഹിച്ചു. വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര സഹകാർമ്മികനായി. തിരുനാളിനോടനുബന്ധിച്ച് പ്രസിദ്ധീകരിക്കുന്ന സപ്ലിമെന്റ് ജനറൽ കൺവീനർ ലോറൻസ് നീലങ്കാവിലിന് നൽകി പ്രകാശനം നിർവഹിച്ചു. മെയ് 1-ന് വൈകിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദേവാലയ വൈദ്യുതി ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും. 2-ന് രാവിലെ പ്രസുതേന്തി വാഴ്ചയും തുടർന്ന് കുടുംബ കൂട്ടായ്മകളിലേക്ക് അമ്പ് വള ആശീർവദിച്ച് നൽകും. 3-ന് രാവിലെ 10-ന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ നിതിൻ താഴത്ത് മുഖ്യ കാർമ്മികനാകും. ഫാദർ ലിജോ ബ്രഹ്മകുളം CMI തിരുനാൾ സന്ദേശം നൽകും. വൈകുന്നേരം പ്രദക്ഷിണം നടക്കും. തുടർന്ന് നാടകവുമുണ്ടാകും. 4-ന് മരിച്ചവർക്കു വേണ്ടിയുള്ള കുർബാനയും വലിയ ഒപ്പീസും ഉണ്ടായിരിക്കും. വൈകുന്നേരം വിശ്വാസ പരിശീലന ദിനാഘോഷങ്ങളും നടക്കും. കൈക്കാരന്മാരായ ജോയ് ചെറുവത്തൂർ, ജോസഫ് വടക്കേത്തല, ജോഷി നീലങ്കാവിൽ, ജോയിന്റ് കൺവീനർമാരായ ജോർജ് പോൾ നീലങ്കാവിൽ, TK ജോഷി മോഹൻ, പ്രിൻസൺ തരകൻ എന്നിവർ നേതൃത്വം നൽകി. പാറേമ്പാടം സെന്റ് ആന്റണീസ് കത്തോലിക്ക ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ യൗസേ പിതാവിന്റെയും സംയുക്ത തിരുനാളിന് ഭക്തി നിർഭരമായ തുടക്കം. മെയ് 2, 3, 4 ദിവസങ്ങളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. 26-ാം തീയതി ഞായറാഴ്ച രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ പോളറക്കൽ തിരുനാൾ കൊടിയേറ്റം നിർവഹിച്ചു. ഏപ്രിൽ 27 തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ദിവസവും വൈകിട്ട് 6 മണിക്ക് ലതീഞ്ഞ്, നൊവേന, വിശുദ്ധ കുർബാന എന്നിവ ഉണ്ടാകും. പ്രധാന തിരുനാൾ ദിവസമായ മെയ് 3 ഞായറാഴ്ച രാവിലെ 10:30-ന് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് സാവിയോ ഹോം ഡയറക്ടർ ഫാദർ സിജോ മുരിങ്ങാത്തേരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജോൺസൺ പന്തപ്പള്ളി തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 5-ന് നടക്കുന്ന തിരുനാൾ പ്രദക്ഷിണത്തിന് ശേഷം 7 മണിക്ക് ഗാനമേളയും ഉണ്ടായിരിക്കും. മെയ് 4 തിങ്കളാഴ്ച രാവിലെ 6:30-ന് ഇടവകയിലെ പരേതരായവർക്കായി വിശുദ്ധ കുർബാന അർപ്പിക്കും. തിരുനാൾ ആഘോഷങ്ങളുടെ സുഗമമായ നടത്തിപ്പിനായി വികാരി ഫാദർ പോളറക്കൽ, കൺവീനർ ഷാജു മേഞ്ചേരി, കൈക്കാരന്മാരായ ജോസി മണലിൽ, ചാർലി മണ്ടുമ്പാൽ, ബാസ്റ്റ്യൻ മണലിൽ എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് പൂർത്തിയായി വരുന്നത്. ആരോഗ്യ പ്രവർത്തകരുടെ സമയോചിത ഇടപെടലിൽ യുവതിക്ക് സുഖപ്രസവം. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ മൂലേപ്പാട് കീഴ്വീട്ടിൽ ബിനോജിന്റെ ഭാര്യ ദിവ്യയ്ക്കാണ് ആരോഗ്യ പ്രവർത്തകരും ജനപ്രതിനിധികളും തുണയായത്.
ബിനോജ് ജോലിസ്ഥലത്തായിരിക്കുമ്പോഴാണ് ദിവ്യയ്ക്ക് പ്രസവവേദന ആരംഭിച്ചത്. വിവരമറിഞ്ഞ ബിനോജ് ഉടൻ ആശാപ്രവർത്തകയായ സിന്ധു ഗോപാലിനെ ഫോണിൽ ബന്ധപ്പെട്ടു. തുടർന്ന് സ്ഥലത്തെത്തിയ സിന്ധു ജൂനിയർ പബ്ലിക് നഴ്സ് ടിൻഡു, സമീപത്തെ അംഗൻവാടിയിലെ ഹെൽപ്പർ ഷീല, മൂലേപ്പാട് വാർഡിലെ ആശാവർക്കർ MC സിന്ധു, വാർഡിലെ MLSP സവിത, വാർഡ് മെമ്പർ സ്വപ്ന പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വിജയ ഗോപി എന്നിവരുടെ സംയോജിത ഇടപെടലിലൂടെ ദിവ്യയെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഒളരി മദർ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലസീദയുടെ നേതൃത്വത്തിൽ പരിചരണം നടത്തി സാധാരണ പ്രസവത്തിലൂടെ തന്നെ കുഞ്ഞിനെ പുറത്തെടുത്തു. ശസ്ത്രക്രിയ വേണ്ടിവരുമെന്ന് പറഞ്ഞ യുവതിയുടെ 5ാമത്തെ പ്രസവമാണ് മറ്റ് സങ്കീർണതകളില്ലാതെ നടന്നത്. ആരോഗ്യ പ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും അങ്കണവാടി ഹെൽപ്പറുടെയും കൂട്ടായ ഇടപെടലിനെ കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ അഭിനന്ദിച്ചു. ഇവരെ ആദരിക്കാൻ ചേർന്ന പ്രത്യേക യോഗം പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KM റസാഖ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മിനി ടീച്ചർ മുഖ്യാതിഥിയായിരുന്നു. വാർഡ് മെമ്പർ സ്വപ്ന പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സന്ധ്യ സജിത്ത്, ബ്ലോക്ക് മെമ്പർ വിജയ ഗോപി, പഞ്ചായത്ത് മെമ്പർമാരായ സ്വീറ്റി ഷാജു, PP അഖിൽ, പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ നവ്യ, സിസ്റ്റർ ജെസി, ജോഡ്സി പോൾസൺ തുടങ്ങിയവർ സംസാരിച്ചു. CMA പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച പഴഞ്ഞി ജെറുസലേം റീന വർഗീസ് ദമ്പതികളുടെ മക്കളായ സ്വീറ്റി, പ്രറ്റി എന്നിവരെ അരുവായ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഉപഹാരം നൽകി അനുമോദിച്ചു. കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ K ജയശങ്കർ ഉപഹാരം സമ്മാനിച്ചു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സുനിൽ അരുവായ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ M ഉദയശങ്കർ, MM വിൽസൺ, സുബ്രഹ്മണ്യൻ അരുവായ്, ബാബു അരുവായ്, MN മുരളി എന്നിവർ പങ്കെടുത്തു. CMA കോഴ്സിനൊപ്പം BCom ബിരുദവും ഒരുമിച്ച് നേടിയ മികവ് കൂടിയുണ്ട് ഈ ഇരട്ട സഹോദരങ്ങൾക്ക്. സ്പോർട്സ് ആണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തി ഒരുമനൂർ പ്രീമിയർ ലീഗിന്റെ 16ാമത് സീസണിന് മാങ്ങാട് ഗ്രൗണ്ടിൽ തുടക്കമായി. അബു 11, വാരിയേഴ്സ് 11, ഷിഫ 11, ആർമി 11 എന്നീ 4 ടീമുകളാണ് ഒരുമനൂർ പ്രീമിയർ ലീഗ് ട്രോഫിക്കായി മാറ്റുരയ്ക്കുന്നത്. ഒരുമനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM താഹിർ ഉദ്ഘാടനം ചെയ്തു. OPL ചെയർമാൻ മുത്തു ഒരുമനൂർ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നഷ്റ മുഹമ്മദ് മുഖ്യാതിഥിയായി. RK ഷെജിൽ, അനസ് സബിജിത്ത്, ഇസ്കന്ദർ, വിജീഷ് വോൾഗാനോ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ സൈഫുദ്ദീൻ സ്വാഗതവും ഹനീഫ നന്ദിയും പറഞ്ഞു. ചർമ്മം ചാലിശ്ശേരി മണവങ്ങാട്ട് പരേതരായ കുഞ്ചു പതിയാരുടെയും അമ്മാളുകുട്ടിയുടെയും മകൾ ചന്ദ്രമതി നിര്യാതയായി 90 വയസ്സായിരുന്നു. സംസ്കാരം ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് വീട്ടുവളപ്പിൽ നടത്തും. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലെ റിട്ടയർഡ് നഴ്സിംഗ് സൂപ്രണ്ടായിരുന്ന ചന്ദ്രമതി അവിവാഹിതയാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.